ഹായ്, ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. രാജപാളയം സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി. ഇത് വളരെ രുചികരമായ ഒരു വെറൈറ്റി ബിരിയാണിയാണ്. നമുക്കിതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള അരിഞ്ഞത് 12 എണ്ണം, പുതിനയില 150 ഗ്രാം, മല്ലിയില 150 ഗ്രാം, തക്കാളി അരിഞ്ഞത് 10 എണ്ണം, ഇഞ്ചി അരച്ചത് 150 ഗ്രാം, പച്ചമുളക് ചതച്ചത് 24 എണ്ണം, നെയ്യ് 200 ഗ്രാം, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, തൈര് 1/2 ലിറ്റർ, നാരങ്ങാനീര് 2 എണ്ണം, കറി മസാല 7 സ്പൂൺ, അണ്ടിപ്പരിപ്പ് അരച്ചത് ആവശ്യത്തിന്, തേങ്ങാപ്പാൽ 2 തേങ്ങയുടേത്, കൈമ അരി 2 കിലോഗ്രാം, ചിക്കൻ 1 കിലോഗ്രാം. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഗ്രാമ്പൂ, പട്ട, തക്കോലം ഇട്ട് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് 12 സവാള അരിഞ്ഞത് ഇട്ട് നന്നായി വഴറ്റുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് വീണ്ടും നന്നായി വഴറ്റുക. എന്നിട്ട് അതിലേക്ക് 10 തക്കാളി ഇട്ട് നന്നായി വഴറ്റുക. സവാളയും തക്കാളിയും നന്നായി ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് 150 ഗ്രാം പുതിനയിലയും മല്ലിയിലയും ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം 150 ഗ്രാം ഇഞ്ചിയും 3 വെളുത്തുള്ളി അരച്ചതും ഇട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് 24 പച്ചമുളക് അരച്ചത് കൂടെ ഇട്ട് വീണ്ടും നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് 14 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് 7 സ്പൂൺ കറി മസാല കൂടെ ഇട്ട് വീണ്ടും നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് 1 കിലോ ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ്, 1/2 ലിറ്റർ തൈര് കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 തേങ്ങയുടെ പാൽ, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് ചിക്കൻ വെന്തു വരാൻ വേണ്ടി വെക്കുക. അതിനുശേഷം വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് 2 കിലോ കൈമ അരിയിട്ട് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് 200 ഗ്രാം നെയ്യ്, 2 നാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ച് നന്നായി ഇളക്കുക. എന്നിട്ട് വെള്ളം വറ്റി വരാൻ വേണ്ടി ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കുക. വെള്ളം വറ്റി വരുമ്പോൾ മൂടിയുടെ മുകളിൽ കനലിടുക. ഇതോടെ നമ്മുടെ രാജപാളയം സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി റെഡി. ഈ വിഭവം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ എന്തായാലും ഈ വിഭവം ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കില്ലല്ലോ.